അസിത, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പശ്ചിമേഷ്യയിലെ സമാധാനമില്ലായ്മയെക്കുറിച്ചും ഇന്ന് നടന്ന ആക്രമണ ശ്രമങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെയായിരുന്നു. ട്രംപിന്റെ ഫോക്കസ് ഹോർമൂസിലേക്ക് പൂർണ്ണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. ട്രംപ് കടലെടുക്കെന്നുള്ള പ്രയോഗം അതെ അതെ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോർമൂസുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ നിലപാട് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ അത് ഒരു പടി കൂടി കടന്ന് ട്രംപ് കടലെടുക്കുക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഈ മധു കൊട്ടാരക്കര സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ലോകത്തെല്ലായിടത്തും സമാധാനം സ്ഥാപിക്കുന്നത് താനാണ് എന്ന നിലയിലുള്ള പരാമർശമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇന്ത്യ പാക് യുദ്ധ സമയത്തുണ്ടായിരുന്ന, ഇന്ത്യ പാക് പ്രതിസന്ധി ഘട്ട സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സമാനമായ നിലയിൽ ഇവിടെയും ഒരു ഇടപെടൽ നടത്താൻ തനിക്ക് മാത്രമാണ് സാധിക്കുന്നത് എന്നൊരു നിലയിലേക്ക് വരുമ്പോൾ പോലും പക്ഷേ ഈ കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് ട്രംപ് വീണ്ടും പറയുന്നത്. ഈ കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കായി വേണം എന്നുള്ള നിലയിലേക്കുള്ള പ്രതികരണത്തിലേക്ക് ട്രംപ് വരികയാണ്. ആ സമയത്ത് തന്നെയാണ് ഇറാൻ സൗഹൃദ രാഷ്ട്രങ്ങളെ ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അതുവഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൈനയുടെ ഒരു കപ്പലിനെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ സൗഹൃദ രാഷ്ട്രങ്ങളിലേക്ക് കൂടി ഇറാന്റെ ഈ നടപടി കടക്കുകയും അമേരിക്കയുടെ ഫോക്കസ് പൂർണ്ണമായും ഈ ഹോർമൂസ് കടലിടുക്കിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഹോർമൂസുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നീങ്ങുക എന്നുള്ളതാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഈ ഒരു കടലിടുക്ക് ഒരു ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു കാശ്മീർ. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നല്ല കനത്ത മഴ പെയ്യുകയാണ്. അപ്പോൾ ഈ മഴയൊന്ന് പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആശങ്കയായി. അപ്പോൾ ഈ പശ്ചിമേഷ്യയിലൊക്കെ ജീവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഈ ആയുധങ്ങളുടെ മഴയാണല്ലോ. ഹോർമൂസ് അത്രയധികം സെൻസിറ്റീവായ സ്ഥലമാണ്. അങ്ങനെ സെൻസിറ്റീവായ, അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ചലനവും ഉണ്ടാക്കരുതാത്ത ഒരു കടലെടുക്കിനെ മാന്തി പുണ്ണാക്കി കുളമാക്കി, ഇപ്പോൾ നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞതുപോലെ ചെങ്കടൽ സീറോട്ട് കൂടി അസ്വസ്ഥമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന മട്ടിൽ കാര്യങ്ങൾ പോകുന്നു. നമ്മളന്ന് ഇവിടെ വെടിനിർത്തൽ കരാർ വരുമ്പോൾ ഞാൻ അന്ന് ഉറച്ചു തന്നെ പറഞ്ഞതാണ്, ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞാണ്. പറയാനുള്ള കാരണം ഒരു വാക്കിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഈ നേരത്തെ ട്രംപിൻ്റെയും ബിബി എന്നറിയപ്പെടുന്ന നെതന്യാഹുവിൻ്റെയും മുൻകാല നിലപാടുകളും നല്ല ബോധ്യമുള്ളവരാണ് അങ്ങനെ പറഞ്ഞു. അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. എന്താകുമെന്ന് അറിയില്ല. 10,000 സൈനികരെ അങ്ങോട്ടേക്ക് അയക്കാൻ പോകുന്നു പറയുന്നു. ഖാർ ഐലൻഡ് പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അവിടെ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ടെഹ്റാൻ ടൈംസ് അവിടുത്തെ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ്. അതിൻ്റെ ഇന്നത്തെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: വെൽക്കം ടു ഹെൽ എന്നാണ് ഹെഡ്ലൈൻ പറയുന്നത്. US troops who step foot on Iranian soil will leave only in a coffin എന്ന് പറയുകയാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന ഓരോ അമേരിക്കൻ സൈനികർ ശവപ്പെട്ടി മാത്രമേ തിരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അവർ 10 ലക്ഷത്തിലധികം 6 ലക്ഷം സൈനികർ 10 ലക്ഷം അധികം ആൾക്കാരെ മൊബിലൈസ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു. ഇറാൻ ഇത് ഇന്നലെ അവർ പ്രതീക്ഷിച്ചതല്ല. അവർ പറഞ്ഞ ഞാനൊരു ലേഖനത്തിൽ വായിച്ചാണ്. അവർ ഈ പറയുന്ന ഇറാഖ് യുദ്ധത്തിലെ അഫ്ഗാനിസ്ഥാനിൽ വിയറ്റ്നാം മുതൽ ഇങ്ങോട്ട് അമേരിക്ക പയറ്റിയുള്ള യുദ്ധങ്ങളെ പറ്റി അവർ അക്കാഡമിക്കലി പഠിച്ച് അവരുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ച് അതിന് മറുതന്ത്രങ്ങൾ പയറ്റി 10-20 വർഷമായിട്ട് അവർ കാത്തിരിക്കുന്ന, അവർക്കറിയാം ഈ ഒരു ദിവസം, ഈ ഒരു ഡൂം സ്റ്റേ ഉറപ്പായും വരുമെന്ന് അവർക്കറിയാം. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അവർ തയ്യാറെടുപ്പുകളുമായി കാത്തിരിക്കുകയായിരുന്നു. ആ തയ്യാറെടുപ്പിൽ കാത്തിരിക്കുന്ന അവരുടെ മുന്നിലേക്കാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കരസേന അങ്ങോട്ടിറക്കിയാൽ അതിന്റെ ഭൂപ്രദേശം തന്നെ ഇറാന്റെ ഏറ്റവും വലിയ ആയുധമാണ്. അതുമാത്രമല്ല ഈ പറയുന്ന രാജ്യസ്നേഹം എന്ന് പറയുന്ന വല്ലാത്ത ഒരു വികാരമുണ്ട്. അതിൻ്റെ കൂടെ മതവും ഈ പറഞ്ഞ അലിയുടെ ബാക്കിയായി വരുന്ന വല്ലാത്ത രക്തസാക്ഷി വികാരം എല്ലാം കൂടി ചേർത്തുകൊണ്ട് വല്ലാതെ സ്റ്റബോണായ ഒരു ജനതയാണ് ആ ജനത. ആ ജനതയ്ക്ക് മുന്നിലേക്ക് ഈ പറഞ്ഞ കരസേന ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ടെഹ്റാൻ ടൈംസ് പറഞ്ഞ പോലെ അവസ്ഥ. ഏറ്റവും ഒടുവിൽ നേരത്തെ മധുച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇതിന് വളരെ വ്യക്തമായി സൗദി കിരീടാവകാശി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് കരയുദ്ധം തുടങ്ങാൻ വേണ്ടി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലും ഇദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസംഗത്തിൽ ഒരു വരി ഇങ്ങനെയാണ്: He didn't think he would come to kiss my dash too. ആ മ്യൂസിക്കിലുള്ള വാക്കാണ്. He didn't think that he would come to kiss my dash. He really didn't believe that. എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളെ, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി പലയാവർത്തി അധിക്ഷേപവർത്താനം പറഞ്ഞ ആളാണ് ട്രംപ്. അതിനേക്കാൾ കൂടുതൽ സജീവമായി കൂടെ കട്ടക്കി നിൽക്കുന്ന ആളെപ്പറ്റി പറഞ്ഞ ഒരു രാജ്യത്തെ കിരീടാവകാശിയാണ്. പറഞ്ഞ വൃത്തികെട്ട വാക്കുകളാണ് ഈ വാക്കുകൾ. അപ്പോൾ ആരെപ്പറ്റി എന്തും പറയും. അപ്പോൾ അങ്ങനെ അസ്വസ്ഥമായി തോന്നുമ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ യാഥാർത്ഥ്യം എന്താണ്? ആത്യന്തികമായ യാഥാർത്ഥ്യം, ആയുധങ്ങളുടെ യുദ്ധത്തിൽ പുതിയ കാലത്ത് ആരും ജയിക്കാൻ പോകുന്നില്ല. ജയം എന്നൊന്നില്ല, അത് പരാജയം എന്ന് മാത്രമേ ഉള്ളൂ. അണുവായുധങ്ങൾ സ്വരൂപിക്കുന്ന ഒരു കാലത്ത് ആര് യുദ്ധം തുടങ്ങുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. അത്രേ ഉള്ളൂ. രാജ്യത്തിന്റെ വലിപ്പ ചെറുപ്പ പ്രശ്നമല്ല. ഇസ്രായേൽ അവിടെ കൊണ്ട് ന്യൂക്ക് ഇടാൻ ധൈര്യം കാണിച്ചാൽ കൊറിയ അടക്കം ഇവിടെ ഇറാന് ന്യൂക്ക് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ് വെപ്പ്. അങ്ങനെ സർവനാശമാണ്. അവർ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആത്യന്തികമായി ബാധിക്കുന്നതാണ്. നമ്മളെ അടക്കം, വ്യക്തിപരമായി നമ്മളെ അടക്കം
എസ്കേൻ ഇപ്പം ബാക്കി ഒട്ടുമിക്ക അമേരിക്ക അടക്കം ഒട്ടുമിക്ക എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നു. ജോലി നഷ്ടമുണ്ടാകുന്നു, ഹോട്ടലുകൾ പൂട്ടിപ്പോകുന്നു, വലിയ മാന്ദ്യമുണ്ടാകുന്നു, ഈ പറയുന്ന വലിയ സ്ഥാപനങ്ങൾ അടച്ചു പോകുന്നു. കാര്യമായി ബാധിക്കാത്ത ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഇന്ത്യ മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഇന്ത്യ മാത്രമേ ഇപ്പോൾ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാധിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങനെ എവിഡന്റ് ആയി മാന്ദ്യം വരികയാണെങ്കിൽ കാര്യമായി ബാധിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ഹോർമുസ് കടലെടുക്ക് ഇന്ന് തുറന്നാൽ ഇന്ന് യുദ്ധമായി ഇന്ന് തുറന്നാൽ കുറഞ്ഞതൊരു 7 to 8 മാസം എടുക്കും ബാക്ക് ടു നോർമൽ ആവാൻ. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ നമുക്കും അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കേരളത്തിലേക്ക് വരുന്ന നമ്മൾ സംസ്ഥാനം എന്നുള്ളത് നമ്മൾ നിവർന്നുന്ന എപ്പോഴാണ്? പ്രവാസിയുടെ പണം വന്നപ്പോഴാണ്. ആ പണത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ പോകുന്നു. അങ്ങനെ മൊത്തത്തിൽ ഏത് അളവ് പോലും വെച്ച് നോക്കിയാലും നഷ്ടങ്ങളുടെ മഹാദുരന്തകാലം തന്നെയാകും. അതുണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഞാൻ ഇത് ഒരു നിശ്ചയമില്ല, ഒന്നിന് ഇത് എപ്പോൾ തീരുമെന്ന് ഒരു ധാരണ. എന്തായാലും സൗദി അവകാശിയുമായി പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചിട്ടുണ്ട്, ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കപ്പൽപാത, അതായത് നാവികപാത, അതിനകത്ത് തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യത്തിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നതാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. സൗദി രാജകുമാരനുമായിട്ട് കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ വിവരം കൂടിയുണ്ട് അതിന്. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.